മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയൽ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ സൾഫർ എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ ഈ 44-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ആ അധ്യായത്തെക്കുറിച്ച്, സൾഫറിനെ കുറിച്ച് കൂടുതൽ നമുക്ക് കേൾക്കാം. Cleanliness is not a great idea with the sulfur patient. He thinks it is not necessary. അതായത് ശുചിയായിരിക്കുക, ദേഹശുദ്ധി ഉണ്ടായിരിക്കുക, പരിസരശുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളത് സൾഫർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമല്ല. അതിനെ വലിയൊരു കാര്യമായിട്ട്, ശുദ്ധി എന്നുള്ളതിനെ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്ന ആളല്ല സൾഫർ പേഷ്യൻ്റ്. ഹീസ് ഡേർട്ടി, വൃത്തികെട്ട ഒരു വ്യക്തിത്വം. He does not see the necessity of putting on a clean collar and cuffs and a clean shirt. It does not worry him. വൃത്തിയായ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ സൾഫർ പേഷ്യൻ്റ് കെയർലെസ് ആണ്. അതൊരു പ്രധാന കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് വറി ഹിം. വസ്ത്രം വൃത്തിയുള്ളതല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നും. ഒരു ഏതെങ്കിലും സാഹചര്യത്തിൽ വൃത്തിയില്ലാത്ത വസ്ത്രം ധരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആർക്കൊരു ബുദ്ധിമുട്ട് തോന്നും. ആ ഒരു ബുദ്ധിമുട്ട് സൾഫർ പേഷ്യൻ്റ് ഉണ്ടാവില്ല. ഇറ്റ് ഡസ് നോട്ട് വറി ഹിം. അതാണ് അയാളുടെ മാനസികാവസ്ഥ. സൾഫർ ഈസ് സെൽഡം ഇൻഡിക്കേറ്റ് ഇൻ ക്ലീൻലി പീപ്പിൾ, ബട്ട് ഇറ്റ് ഈസ് കോമൺലി ഇൻഡിക്കേറ്റ് ഇൻ ദോസ് ഹു ആർ നോട്ട് ഡിസ്റ്റർബ് ബൈ അൺക്ലീൻനെസ്. അപ്പോൾ ശുചിത്വം പാലിക്കുന്ന ആളുകളിൽ വളരെ കുറച്ച് മാത്രമേ സൾഫറിൻ്റെ ഇൻഡിക്കേഷൻ ഉള്ളവരുണ്ടാവുകയുള്ളൂ. അതേസമയം വൃത്തിഹീനമായിട്ട് നടക്കുന്നവരിൽ സൾഫറിൻ്റെ ഇൻഡിക്കേഷൻ വളരെ സാധാരണമാണ്. വെൻ അറ്റൻഡിങ് ദി പബ്ലിക് ക്ലിനിക്, I have many times noticed that after sulfur, an individual begins to take notice of himself and puts on a clean shirt, whereas his earlier appearances were in the one same old shirt. അപ്പോൾ ഡോക്ടർ കെൻ്റ് അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ വന്നിരുന്ന പേഷ്യൻസിൽ സൾഫർ ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നവരിൽ ഒരു ഡോസ് കൊടുത്ത ശേഷം അവരുടെ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വന്നു. പലർക്കും പഴയ രീതിയിൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, കീറിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനുള്ള ഒരു പ്രശ്നമില്ലാത്തൊരവസ്ഥ മാറിയിട്ട് ശുചിയായ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയായിട്ട് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ് ഇവിടെ പറയുന്നത്. And it is astonishing how the sulfur patients, especially in the little ones, can get their clothing dirty so fast. അപ്പോൾ സൾഫർ പേഷ്യൻസിൽ, വിശേഷിച്ചും ചെറിയ കുട്ടികളിൽ, എത്ര പെട്ടെന്നാണ് അവരുടെ വസ്ത്രങ്ങൾ മോശമാക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. അതായത് നമ്മളൊരു വസ്ത്രത്തിൻ്റെ ശുദ്ധി, ദേഹശുദ്ധി അവർ പാലിക്കുന്നതിൽ വളരെ അലംഭാവം കാട്ടുന്നു. ഇപ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിൽ വളരെ വേഗം ചെളിയിലൊക്കെ കിടന്നുരുണ്ടോ മറ്റൊക്കെ വസ്ത്രം കേടാക്കും, അഴുക്കുള്ളതാക്കും. മുതിർന്നവരായാലും ശരി, ശുചിയായിട്ട് സൂക്ഷിക്കില്ല, ഇട്ട തന്നെ വീണ്ടും ഇടുന്നു. ചിൽഡ്രൻ ഹാവ് ദ മോസ്റ്റ് അസ്റ്റോണിഷിങ് ടെൻഡൻസി ടു ബി ഫിൽത്തി. അപ്പോൾ കുട്ടികളിലാണ് അഴുക്കുണ്ടാക്കാനുള്ള ടെൻഡൻസി ഏറ്റവും കൂടുതലുള്ളത്. Mothers tell you of the filthy things that little ones will do if they be sulfur patients. കുട്ടികൾ സൾഫർ പേഷ്യൻസ് ആയിട്ടുള്ള അമ്മമാർ ആ കുട്ടികൾ ചെയ്യുന്ന വൃത്തികെട്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരറിയാതെ പറഞ്ഞു പോകും. അതിനൊരു ചികിത്സ തേടിയായിരിക്കില്ല വരുന്നത്, മറ്റൊന്നും അസുഖം പറഞ്ഞായിരിക്കും വരുന്നത്. പക്ഷേ ആ കുട്ടികളെക്കുറിച്ചുള്ള അവരുടെ വ്യാകുലത കാരണം കുട്ടികൾ കാണിക്കുന്ന ഈ വൃത്തികേടുകൾ അവരറിയാതെ അമ്മമാർ പറഞ്ഞു പോകും. അത്രയ്ക്ക് ഫിൽത്തിയാണ്, അത്രയ്ക്ക് അഴുക്ക് നിറഞ്ഞ ഡേർട്ടിയാണ് സൾഫർ പേഷ്യൻസ് ആയിട്ടുള്ള കുട്ടികൾ. അതിൻ്റെ ഒരു ഉദാഹരണം കെൻ്റ് പറയാണ്. ദ ചൈൽഡ് ഈസ് സബ്ജക്റ്റ് ടു കാറ്റാറൽ ഡിസ്ചാർജസ് ഫ്രം ദ നോസ്, ദ ഐസ് ആൻഡ് ഫ്രം അതർ പാർട്സ്, ആൻഡ് ഹി ഓഫൺ ഈറ്റ്സ് ദ ഡിസ്ചാർജ് ഫ്രം ദ നോസ്. അപ്പോൾ മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും മറ്റുമൊക്കെ കാറ്റാറൽ ഡിസ്ചാർജസ് ഉള്ള കുട്ടികളുടെ കാര്യത്തിൽ മൂക്കിൽ നിന്നാണെങ്കിൽ ഒലിച്ചു വന്നു കഴിഞ്ഞാൽ അറിയാതെ മേൽച്ചുണ്ടിൽ വരും, വായിലേക്ക് വരും. സാധാരണഗതിയിൽ ആരാണെങ്കിൽ അത് തുടച്ച് കളയും, അത് കുട്ടിയുടെ കൈ കൊണ്ടെങ്കിലും തുടച്ച് കളയും. പക്ഷേ ഒരു സൾഫർ പേഷ്യൻ്റുള്ള കുട്ടി ചെയ്യുന്നത് ഇത് നാവ് കൊണ്ട് ഇത്
നക്കിയെടുത്ത് അത് തിന്നും. സാധാരണഗതിയിൽ ആരിലും അറപ്പുണ്ടാക്കുന്നതാണ് സ്വന്തം മൂക്കിൽ നിന്ന് പോലുള്ള ഡിസ്ചാർജ്. പക്ഷേ ഒരു സൾഫർ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടുന്നൊരു കുട്ടിയുടെ കാര്യത്തിൽ ഈ മൂക്കിൽ നിന്നുള്ള സ്രവം അത് ഒട്ടും വൃത്തിഹീനമായിട്ട് ആ കുട്ടിക്ക് തോന്നുന്നില്ല. അത് തിന്നാനോ അല്ലെങ്കിൽ കുടിക്കാനോ ഉള്ളൊരു ടെൻഡൻസിയാണ് ആ കുട്ടിക്ക് ഉണ്ടാകുന്നത്. നൗ ദാറ്റ് ഈസ് പെക്യുലിയർ ബിക്കോസ് ഒഫൻസീവ് ഓർഡേഴ്സ് ആർ ദ തിങ്സ് ദാറ്റ് ദ സൾഫർ പേഷ്യൻ്റ് ലോസ്. അപ്പോൾ ഇതിലൊരു വേറെ പ്രശ്നം കൂടിയുള്ളത്, ഒരു സൾഫർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആൾ വൃത്തിഹീനാണ്, വൃത്തിയില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കും, ശരീരത്തിൽ വൃത്തികേടായാലും കുഴപ്പമൊന്നുമില്ല, വൃത്തികെട്ട സാധനങ്ങൾ കുട്ടിയാണെങ്കിൽ തിന്നുക പോലും ചെയ്യും. പക്ഷേ ഈ ദുർഗന്ധമുള്ള വസ്തുക്കളോട് സൾഫർ പേഷ്യൻറ്റിന് വലിയൊരു വിരക്തിയുണ്ട്. ദുർഗന്ധമുള്ള വസ്തുക്കളിൽ നിന്ന് അകന്നു പോകാനുള്ളൊരു പ്രവണത സൾഫർ പേഷ്യൻസ് ഉണ്ടാകും. അപ്പം അങ്ങനെ ഉണ്ടായിട്ട് പോലും മൂക്കിൽ നിന്നുള്ള ദുർഗന്ധമുള്ളൊരു സ്രവം ആ കുട്ടി ഭക്ഷിക്കും. ഹീസ് ഓവർ സെൻസിറ്റീവ് ടു ഫിൽത്തി ഓർഡേഴ്സ് ബട്ട് ഫിൽത്തി സബ്സ്റ്റൻസസ് ദംസെൽഫ് ഹി വിൽ ഈറ്റ് ആൻഡ് സോളോ. അപ്പോൾ വൃത്തികെട്ട മണങ്ങളോട് സൾഫർ പേഷ്യൻറ്റിന് ഒരു കുട്ടിക്ക് വളരെയധികം വിരോധമുണ്ട്, ഇഷ്ടമല്ല. പക്ഷേ ആ മണം ഉണ്ടാക്കുന്ന ഒരു വസ്തു, വൃത്തികെട്ടൊരു വസ്തു, മൂക്കിൽ നിന്ന് സ്രവത്തിന് ചിലപ്പോൾ വൃത്തികെട്ട ഗന്ധമുണ്ടാകാം, പക്ഷേ ആ സാധനത്തോട് കുട്ടിക്ക് വിരോധമൊന്നുമില്ല, അത് തിന്നും. അതാണ് അതിലൊരു മോസ്റ്റ് പെക്യുലിയർ എന്ന് കണ്ടു പറയുന്നത്. ഈ ഒരു ബിഹേവിയർ, ഒരു വൃത്തികെട്ടൊരു സാധനം തിന്നുന്നൊരു ബിഹേവിയർ സൾഫറിൻ്റെ മോസ്റ്റ് പെക്യുലിയർ ആണെന്ന് പറയാൻ കാരണം അതിനൊരു മറുവശമുണ്ട്. കാരണം വൃത്തികെട്ട സാധനങ്ങളോട്, വൃത്തികെട്ട മണത്തോട് സൾഫർ പേഷ്യൻറ്റിന് വളരെയധികം ആവേശമുണ്ട്. ആ ആവേശം നിലനിൽക്കെ തന്നെ വൃത്തികെട്ട സാധനങ്ങൾ ധരിക്കുകയും മൂക്കിൽ നിന്നുള്ള വൃത്തികെട്ട സാധനങ്ങൾ കഴിക്കുകയും ചെയ്യുന്നു. ആ ഒരു കോൺട്രഡിക്ഷനാണ്, ആ ഒരു സിംറ്റം വളരെ പെക്യുലർ ആണെന്ന് പറയാൻ കാരണം. ഹി ബിക്കംസ് നോസിയേറ്റഡ് ഈവൻ ഫ്രം ദ ഓർഡർ ഓഫ് ഹിസ് ഓൺ ബോഡി ആൻഡ് ഓഫ് ഹിസ് ഓൺ ബ്രത്ത്. സ്വന്തം ശരീരത്തിൽ നിന്ന് വരുന്ന സ്വന്തം വിയർപ്പിൻ്റെ അല്ലെങ്കിൽ സ്വന്തം നിശ്വാസത്തിൻ്റെ ഗന്ധം പോലും സൾഫർ പേഷ്യൻറ്റ് വളരെയധികം ഒഫൻസീവാണ്, അതിനോട് വളരെയധികം ഓവർ സെൻസിറ്റീവാണ്. ദ ഓർഡർ ഓഫ് ദ സ്റ്റൂൾ ഈസ് സോ ഒഫൻസീവ് ദാറ്റ് ഇറ്റ് വിൽ ഫോളോ ഹിം അറൗണ്ട് ഓൾ ദ ഡേ. രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ അയാൾ കേൾക്കുന്ന സ്വന്തം എക്സ്ക്രീഷൻ്റെ തന്നെ ദുർഗന്ധം ആ പകൽ നേരം മുഴുവൻ തന്നെ പിന്തുടരുന്നതായിട്ട് അയാൾക്ക് തോന്നും. സാധാരണ ശുചിയാക്കിയിട്ട് ശൗച്യം ചെയ്തിട്ട് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഗന്ധത്തെക്കുറിച്ച് ആരായാലും മറന്നു പോകും. പക്ഷെ സൾഫർ പേഷ്യൻ്റ് അത് മറക്കുന്നില്ല. ടോയ്ലറ്റിൽ നിന്ന് കിട്ടിയ സ്വന്തം എക്സ്ക്രീഷൻ്റെ മണം അയാളെ പകൽ നേരം മുഴുവൻ പിന്തുടരുന്നതായിട്ട് അയാൾക്ക് തോന്നും. അയാളുടെ ഫിൽത്തി ഓർഡേഴ്സിനുള്ള അയാളുടെ ഓവർ സെൻസിറ്റീവ്നെസ് ആണ് കാണിക്കുന്നത്. സൾഫർ പേഷ്യൻ്റ് അതുണ്ട്. ഹി തിങ്സ് ഹി ക്യാൻ സ്മെൽ ഇറ്റ് ബിക്കോസ് ഓഫ് ഹിസ് സെൻസിറ്റീവ്നെസ് ടു ഓർഡേഴ്സ്. ഹി ഈസ് മോർ ക്ലീൻലി അബൌട്ട് ഹിസ് ബവൽസ് ദാൻ എനിത്തിങ് എൽസ്. അപ്പോൾ പൊതുവേ വൃത്തികെട്ട കാര്യങ്ങളോട് താല്പര്യക്കുറവോ അതിനോട് വിരോധമില്ലാത്ത ഒരാൾ ഈ സ്വന്തം വിസർജ്യത്തോടുള്ള മലത്തിൻ്റെ ഗന്ധത്തോടുള്ള ഓവർ സെൻസിറ്റീവ് കാരണം ഈ മലശോധനയുടെ കാര്യത്തിലും അത് ശുചിയാക്കുന്ന കാര്യത്തിലും വളരെ വളരെ കോൺഷ്യസ് ആയിരിക്കും. ആ ഒരു മണം അയാൾക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെ ശുചിത്വം കാണിക്കുന്നുണ്ട്. ഹി ഈസ് ഓൾവേസ് ഇമാജിങ് ആൻഡ് ഹണ്ടിങ് ഫോർ ഒഫൻസീവ് ഓർഡേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത സ്റ്റേജ്, ഒരു സൂപ്പർലേറ്റീവ് സ്റ്റേജ് പോലും അയാൾക്കുണ്ട്. ഈ മണം ഇല്ലെങ്കിൽ പോലും മണം, ഈ ദുർഗന്ധം പരതി നടക്കുന്ന, അതിനുവേണ്ടി അന്വേഷിച്ച് നടക്കുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ടെൻഡൻസി പോലും. അപ്പോൾ ഫിൽത്തി ഓർഡേഴ്സിനെ അയാൾ ഇമാജിൻ ചെയ്യുക പോലും ചെയ്യുന്നു. ഈ മണം ശരിക്കും അയാളുടെ ശരീരത്തിലോ അയാളുടെ പരിസരത്തോ അല്ല, അയാളുടെ മനസ്സിൻ്റെ ഒരു പെർവേർട്ടഡ് കണ്ടീഷനാണ്. മനസ്സിൻ്റെ ഒരു പെർവേർട്ടഡ് കണ്ടീഷൻ, അതിൻ്റെ ഓവർ സെൻസിറ്റീവ്നെസ് ഉള്ളതുകൊണ്ട് അയാൾ ഇമാജിൻ ചെയ്യുക പോലും ചെയ്യുന്നു ദുർഗന്ധങ്ങൾ. ഹി ഹാസ് കോമൺലി സച്ച് എ സ്ട്രോങ് ഇമാജിനേഷൻ ദാറ്റ് ഹി സ്മെൽസ് ദ തിങ്സ് വിച്ച് ഹി ഹാസ് ഓൺലി ഇൻ മെമ്മറി. അപ്പോൾ സൾഫർ പേഷ്യൻ്റെ ഒരു ഇമാജിനേഷൻ വളരെ പെക്യുലർ ഇമാജിനേഷനാണ്. അയാളുടെ ഓർമ്മയിലുള്ള സ്മെല്ലിനെ പോലും അയാൾ ഇമാജിൻ ചെയ്തുള്ളതായിട്ട് ഭാവിക്കും. ഒരു സ്വന്തം എക്സ്ക്രീഷൻ്റെ ദുർഗന്ധം ആരുടെയും ഓർമ്മയിലുണ്ടാകാം,
അത് മറന്നു കളയാൻ ആഗ്രഹിച്ചാൽ പോലും മെമ്മറിയിൽ ലേറ്റൻ്റായിട്ട് കിടക്കാം. അതിനെ എടുത്ത് ലേറ്റൻ്റായിട്ട് കിടക്കുന്ന ഒരു ഓർമ്മയെപ്പോലും എടുത്ത് ഒരു റിയൽ ഫിൽത്തി ഓർഡറായിട്ട് അയാൾ ഇമാജിൻ ചെയ്ത് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അത്രയ്ക്ക് സെൻസിറ്റീവാണ് ഫിൽത്തി ഓർഡേഴ്സിനോട് സൾഫർ പേഷ്യൻറ്റ്. ദ സൾഫർ പേഷ്യൻറ്റ് ഹാസ് ഫിൽത്തിനെസ് ത്രൂ ഔട്ട്. സൾഫർ പേഷ്യൻറ്റിൽ ഉടനീളം ഒരു വൃത്തികേട് അല്ല അഴുക്ക് ഉണ്ട്. ഹി ഈസ് എ വിക്ടിം ഓഫ് ഫിൽത്തി ഓർഡേഴ്സ്. വൃത്തികെട്ട ദുർഗന്ധങ്ങളുടെ ഒരു ഇരയാണ്. ദുർഗന്ധങ്ങൾ അത്രയ്ക്ക് അയാൾ വേട്ടയാടുന്നു. അയാൾ ദുർഗന്ധങ്ങൾ ഇരയാണെന്ന് പറയുന്നു. അപ്പോൾ അത്രയ്ക്ക് അയാൾ ദുർഗന്ധങ്ങളോട് ഓവർ സെൻസിറ്റീവാണ്. ഹി ഹാസ് എ ഫിൽത്തി ബ്രത്ത്. ഹി ഹാസ് ആൻ ഇൻറ്റൻസ്ലി ഫെറ്റഡ് സ്റ്റൂൾ. ഹി ഹാസ് ഫിൽത്തി സ്മെല്ലിംഗ് ജെനിറ്റൽസ് വിച്ച് ക്യാൻ ബി സ്മെൽഡ് ഇൻ ദ റൂം ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ക്ലോത്തിങ് ആൻഡ് ഹി ഹിംസെൽഫ് സ്മെൽസ് ദം. അപ്പോൾ അയാളുടെ ശ്വാസത്തിന് ദുർഗന്ധമുണ്ട്, അയാളുടെ വിസർജ്യത്തിന് ദുർഗന്ധമുണ്ട്, അയാളുടെ ജെനിറ്റൽസിന് ദുർഗന്ധമുണ്ട്. അയാൾ വസ്ത്രം ധരിച്ചാൽ പോലും ആ ഒരു സൾഫർ പേഷ്യൻ്റെ മുറിയിലേക്ക് കിടന്നു കഴിഞ്ഞാൽ അത്തരം ദുർഗന്ധങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ദ ഡിസ്ചാർജസ് ആർ ഓൾവേസ് മോർ ഓർ ലെസ് ഫെറ്റിഡ്, ഹാവിങ് സ്ട്രോങ് ഒഫൻസീവ് ഓർഡേഴ്സ്. അപ്പോൾ സാധാരണ ഡിസ്ചാർജസിന് പോലും എക്സ്ക്രീഷന് പോലും ഇത്ര ഗന്ധമാണെങ്കിൽ അയാളിൽ നിന്നൊരു ഡിസ്ചാർജ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പസ്റ്റ്യൂളിൽ നിന്നോ മറ്റൊരു ഡിസ്ചാർജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. അപ്പോൾ അതും വളരെയധികം ഒഫൻസീവ് ഓർഡറുകളാണ്. In spite of constant washing, the axillae gives out a pungent odor, and at times the whole body gives off an odor like that coming from the axillae. അപ്പോൾ ഈ ആംബിറ്റ് കക്ഷം ദുർഗന്ധം നിമിത്തം പലതവണ കഴുകുകയോ നനഞ്ഞ തുണിന് തുടക്കുകയോ ചെയ്താൽ പോലും ആ ദുർഗന്ധം വീണ്ടും വമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആംബിറ്റിൽ നിന്ന് മാത്രമല്ല, ശരീരത്തിൽ നിന്ന് മുഴുവനും ആ ഒരു ദുർഗന്ധം വരുന്നതായിട്ട് തോന്നുന്നു. ദ ഡിസ്ചാർജ് ഓഫ് സൾഫർ ഫ്രം എവറി പാർട്ട് ഓഫ് ദ ബോഡി ബിസൈഡ്സ് ബീയിങ് ഒഫൻസീവ് ആർ എസ്കോറിയേറ്റിംഗ്. അപ്പോൾ ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഡിസ്ചാർജസ് അത് ഒഫൻസീവാണെന്ന് മാത്രമല്ല, അത് എസ്കോറിയേറ്റിംഗ് ആണ്. അത് തൊടുന്ന ഭാഗങ്ങളിലൊക്കെ തൊലി ദ്രവിച്ചു പോകുന്ന പോലൊരു അനുഭവം. കാരണം സൾഫർ തന്നെ വളരെ ബേണിംഗ് ആയിട്ടുള്ളൊരു ആസ് എ കെമിക്കൽ സബ്സ്റ്റൻസ് സൾഫർ ഹാസ് എ ബേണിംഗ് ടെൻഡൻസി. സൾഫറിൻ്റെ കോമ്പൗണ്ട്സിന് അതുണ്ട്, സൾഫ്യൂറിക് ആസിഡിനുണ്ട്. അപ്പോൾ അത്തരം കോമ്പൗണ്ട്സിൻ്റെ സാന്നിധ്യം കൊണ്ടോ മറ്റോ ആകാം സൾഫർ പേഷ്യൻ്റെ ഡിസ്ചാർജസിന് ഈ പറയുന്ന ആ ശരീരഭാഗങ്ങൾ ദ്രവിപ്പിക്കുന്നൊരു സ്വഭാവമുണ്ട്. സൾഫർ പേഷ്യൻ്റ് ഈസ് അഫക്റ്റഡ് വിത്ത് catarrhs of all mucous membranes and the catarrhal discharges everywhere excoriate him. അപ്പോൾ എല്ലാ മ്യൂക്കസ് മെംബ്രെയിനിൽ നിന്നും കാറ്റാറൽ ഡിസ്ചാർജസ് വരുന്നുണ്ട്. അത് സ്പർശിക്കുന്ന ഇടങ്ങളിലൊക്കെ തൊലി ഇങ്ങനെ ദ്രവിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓഫൺ വിത്ത് ദ കൊറൈസ ദ ഡിസ്ചാർജ് എക്സ്കോറിയേറ്റ് ദ ലിപ്സ് ആൻഡ് ദ നോസ്. മൂക്കിൽ നിന്നുള്ള ഡിസ്ചാർജിൽ മൂക്കിനെ മാത്രമല്ല മേൽച്ചുണ്ടിനെ പോലും അല്ലെങ്കിൽ താഴേക്ക് വന്ന കീഴ്ച്ചുണ്ടിനെയും അത് ദ്രവിപ്പിക്കുന്നു. ഇപ്പോൾ അത്തരം കാഴ്ചകൾ കാണാറില്ല. കാരണം ഇന്നത്തെ കാലത്ത് കുറേയധികം ശുചിത്വബോധം അല്ലെങ്കിൽ ശുചിയാക്കാനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. പക്ഷേ ഒരു 40-50 വർഷം മുൻപ് എൻ്റെയൊക്കെ ഒരു ബാല്യത്തിൽ ഇതേപോലെ മൂക്കൊലിപ്പിച്ച് ഈ രണ്ട് മൂക്കിനെയും കീഴേക്ക് ഇങ്ങനെ ആ ഒലിക്കുന്ന ഭാഗത്ത് ഈ തൊലി പോയിട്ട് ചുവന്ന നിറത്തിൽ അവിടെ ദ്രവിച്ച പോലെ കാണുന്ന കാഴ്ച സാധാരണമായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ ചെറിയ ക്ലാസ്സിൽ LP സ്കൂളിലൊക്കെ സാധാരണ കാണാം. ചെറിയ കുട്ടികൾ എവിടെ നോക്കിയാലും അങ്ങനത്തെ കാഴ്ചകൾ, ചൊറി, ഇതൊക്കെ സാധാരണമായിരുന്നു. ഇപ്പോൾ അത് മാറുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ശുചിത്വബോധം വർദ്ധിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിൽ വന്ന പുരോഗതി, ശുചിത്വത്തിനുള്ള സംവിധാനങ്ങൾ വന്ന പുരോഗതിയൊക്കെ കാരണമാണ്. ഇപ്പോൾ ഈ കെൻ്റ് പറയുന്ന കാര്യം നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ സാധാരണ കണ്ടെന്ന് വരില്ല, പക്ഷെ അത് സാധാരണയായിട്ട് ഉണ്ടായിരുന്നൊരു കാര്യമാണത്. അങ്ങനെ ഉള്ള കുട്ടികളുണ്ട്. At times, the fluid that remains in the nose smarts like fire, and when it comes in contact with the child's lip, it burns. So acrid it is, almost like the condition under sulfuric acid.
സോ റെഡ് വിൽ ബി ദ പാർട്സ് ദാറ്റ് ആർ ടച്ച്ഡ് ബൈ ഇറ്റ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന പോലെയുള്ള അവസ്ഥ. സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അങ്ങനെയുള്ള നൈട്രിക് ആസിഡ്, ഇതൊക്കെ ഈ എസ്കോറിയേറ്റിംഗ് സ്വഭാവമുള്ളതാണ്. നിങ്ങൾ ഫോറൻസിക് മെഡിസിനൊക്കെ അത് പഠിക്കുമായിരിക്കും, അത്തരം പോയിസണിങ്ങിലൊക്കെ വരുന്ന കാര്യങ്ങൾ. അപ്പം അതുകൊണ്ടാകാം ആസിഡിക് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചാലുണ്ടാകുന്ന പോലുള്ള ആ ഒരു ദ്രവിക്കൽ സ്വഭാവം, റെഡിഷ്നെസ് ഒക്കെ ഈ സൾഫർ പേഷ്യൻറ്റിൻ്റെ ഡിസ്ചാർജസ് കൊണ്ടും ഉണ്ടാകാം. അത് സ്മാർട്സ് ലൈക്ക് ഫയർ, തീ പോലെ മൂക്കിനെ പൊള്ളിക്കും. അത് അത്രയ്ക്ക് ഇതാണ്. മിക്കവാറും സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യം ഡിസ്ചാർജ് വരുന്നതുകൊണ്ടായിരിക്കാം. ദർ ഇസ് കോപ്പിയസ് ലുക്കോറിയ ദാറ്റ് എസ്കോറിയേറ്റ്സ് ദ ജെനിറ്റൽസ്. സ്ത്രീകളിലുണ്ടാകുന്ന ലുക്കോറിയ വലിയ പ്രശ്നമാകുന്നു. അത് ജെനിറ്റൽസിന് ഇതേപോലുള്ള ഈ അവസ്ഥ ഉണ്ടാക്കുന്നു. അവിടെ പൊള്ളലും വേദനയും നീറ്റലും ഒക്കെ ഉണ്ടാക്കുന്നു. ദ തിൻ ഫീസസ് കോസ് ബേണിങ് ആൻഡ് റോനസ് അറൗണ്ട് ദ ഏനസ്. അതേപോലെ മലവിസർജനത്തിനും ഇതേ പ്രശ്നം ഉണ്ടാകുന്നു. തിന്നായിട്ടുള്ള വിസർജ്യം അത് സ്പർശിക്കുന്ന ഏനസിൻ്റെ ആ ഒരു ചുറ്റുമുള്ള ഭാഗങ്ങളിൽ അത് ബേണിങ് ഉണ്ടാക്കുന്നു, അത് റോനസ് ഉണ്ടാക്കുന്നു, കുട്ടികളിലൊക്കെ റെഡിഷ്നെസ് ഉണ്ടാക്കുന്നു. ഇൻ വുമൺ, ഇഫ് എ ഡ്രോപ്പ് ഓഫ് യൂറിൻ റിമെയിൻസ് അബൌട്ട് ദി ജെനിറ്റൽസ് ഇറ്റ് വിൽ ബേൺ. വെരി ഓഫൺ ഇറ്റ് ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ടു വൈപ്പ് ഇറ്റ് അവേ. ഇറ്റ് മസ്റ്റ് ബി വാഷ്ഡ് അവേ ടു റിലീവ് ദ സ്മാർട്ടിങ്. അപ്പോൾ സ്ത്രീകളിൽ ഒരു തുള്ളി യൂറിൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കഴുകിക്കളയാനോ തുടച്ച് കളയാനോ അത്ര പോലും ഇല്ല. അത്രയ്ക്ക് ഒരു മൈന്യൂട്ട് ക്വാണ്ടിറ്റി യൂറിൻ നിന്നാൽ പോലും അത് ബേണിങ് ഉണ്ടാക്കും. അപ്പം അത്രയ്ക്ക് ആക്യുറേറ്റാണ് സൾഫർ പേഷ്യൻറ്റിൻ്റെ എല്ലാത്തരം ഡിസ്ചാർജസും, ബോഡിയിൽ നിന്നുള്ള എക്സ്ക്രീഷൻസും, മ്യൂക്കസ് മെംബ്രെയിനിലുള്ള ഡിസ്ചാർജസും എല്ലാം വളരെ ആക്യുറേറ്റ് നേച്ചറുള്ളതാണ്. In children, we find excoriation about the anus and between the buttocks. The whole length of the fissure is red, raw and inflamed from the stool. അപ്പോൾ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ ബട്ടക്സിൻ്റെ ഭാഗം ആ ഒരു വിടവ് മുഴുവൻ, ബാക്ക് സൈഡിലെ ആ വിടവ് മുഴുവൻ ഈ മലത്തിൻ്റെ സ്പർശനം കൊണ്ട് റോ ആയിട്ട് റെഡിഷായിട്ട് മാറിയിട്ടുണ്ടാകാം. ഫ്രം ദിസ് ടെൻഡൻസി എ കീനോട്ട് ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ് ആൻഡ് നോട്ട് എ ബാഡ് വൺ ഈതർ. അപ്പോൾ ഈ ഒരു ടെൻഡൻസിയിൽ നിന്നൊരു കീനോട്ടിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര മോശമുള്ള കാര്യമില്ല. കാരണം കീനോട്ടുകളെ പടിക്ക് പുറത്ത് നിർത്തുന്ന ആളാണ് കെൻ്റ്. കീനോട്ട് പ്രിസ്ക്രിപ്ഷനെ ഹോമിയോപ്പതിയുടെ തത്വങ്ങൾക്ക് വിരുദ്ധം എന്ന് വിമർശിക്കുന്ന ആളാണ് കെൻ്റ്. എന്നാൽ പോലും ഈ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് ഒരു കീനോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കീനോട്ട് അത്ര മോശമുള്ള കാര്യമല്ല എന്ന് കെൻ്റ് പറയുമ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് കീനോട്ട് ആയിരിക്കണമല്ലോ അത്. ഖദറ കീനോട്ട്. ഓൾ ദ ഫ്ലൂയിഡ്സ് ബേൺ ദ പാർട്സ് ഓവർ വിച്ച് ദ പാസ്. ശരീരത്തിലെ എല്ലാ ഫ്ലൂയിഡ്സും അത് കടന്നു പോകുന്ന വഴികളിലൊക്കെ ബേണിങ് ഉണ്ടാക്കുന്നു. അത് കൊള്ളാവുന്നൊരു കീനോട്ടാണെന്നാണ് കെൻ്റ് പറയുന്നത്. വിച്ച് ഈസ് ദ സെയിം ആസ് സേയിങ് ദാറ്റ് ദ ഫ്ലൂയിഡ്സ് ആർ ആക്റ്റഡ് ആൻഡ് കോസ് സ്മാർട്ടിങ്. നേരത്തെ പറഞ്ഞ അതിനെ തന്നെ മറ്റു തരത്തിൽ പറയുകയാണ്. ഫ്ലൂയിഡ്സ് കടന്നു പോകുന്ന വഴികളെല്ലാം അത് ആ ഭാഗങ്ങളൊക്കെ ബേണിങ് ഉണ്ടാക്കുന്നു. ദിസ് ഈസ് ട്രൂ എവരിവെയർ ഇൻ സൾഫർ. സൾഫറിൻ്റെ കാര്യത്തിൽ ഉടനീളം ഇതുണ്ട്. ഡിസ്ചാർജസ് ഉണ്ട്. ഡിസ്ചാർജസ് ബേണിംഗ് ആണ്. ആ ബേണിംഗ് കൊണ്ട് ആ പാർശ്വ തൊലി ദ്രവിച്ചു പോവും, റെഡിഷാകും. ഇതൊക്കെ കുട്ടികളുടെ കാര്യത്തിലും ഒക്കെ, മുതിർന്നവരുടെ കാര്യത്തിലും, സ്ത്രീകളുടെ കാര്യത്തിൽ ലുക്കറിയിലും അവരുടെ യൂറിനേഷൻ്റെ കാര്യത്തിലും ഒക്കെ അതുണ്ട്. ബേണിംഗ് അത് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു ടെൻഡൻസിയാണ് സൾഫറിൽ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.